നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 70. സുദർശന ശാപമോക്ഷവും ശംഖചൂഡവധവും അരിഷ്ടവധവും. ശ്ലോകം 5. ദിനേഷു ച സുഹൃജ്ജനൈഃ സഹ വനേഷു ലീലാപരം മനോഭവമനോഹരം രസിതവേണുനാദാമൃതം ഭവന്തമമരീദൃശാമമൃതപാരണാദായിനം വിചിന്യ കിമുനാലപൻ വിരഹതാപിതാ ഗോപികാ. ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ദിനേഷു ച സുഹൃത് ജനൈ സഹ വനേഷു ലീലാപരം മനോഭവ മനോഹരം രസിത വേണുനാദാമൃതം ഭവന്തം അമരീദൃശാം അമൃത പാരണാദായിനം വിചിന്യ കിമു നാലപൻ വിരഹതാപിതാ ഗോപികാ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ദിനേഷു ച പകൽവേളകളിൽ, സുഹൃജ്ജനൈ സഹ വനേഷു സുഹൃത്തുക്കളോടുകൂടി വൃന്ദാവനങ്ങളിൽ, ലീലാപരം ക്രീഡാതത്പരനും, മനോഭവ മനോഹരം കാമസുന്ദരനും, രസിത വേണുനാദാമൃതം വേണുനാദം ആസ്വദിക്കുന്നവനും, അമരീദൃശാം ദേവസ്ത്രീകളുടെ കണ്ണുകൾക്ക് അമൃതപാരണാദായിനം സ്വന്തം രൂപാസ്വാദനം നൽകുന്നവനുമായ ഭവന്തം അങ്ങയെ വിചിന്യ വിചാരിച്ച്, വിരഹതാപിത വിരഹദുഃഖിതകളായ ഗോപികാ ഗോപസ്ത്രീകൾ, കിമു നാലപൻ എന്തു ദുഃഖിച്ചില്ല. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ദിനേഷു, ദി എന്നുള്ളത് ദയ എന്നുള്ളതിലത്തെ ദ എന്നാണ്. ദിനേഷു ച സുഹൃദ് ജനൈ, ചേർത്ത് ചൊല്ലുമ്പോൾ സുഹൃജനൈ 2 ജ എന്ന് വരും. സുഹൃദ് ജനൈ എന്നുള്ളതാണ് ചേർത്ത് ചൊല്ലുമ്പോൾ 2 ജ. സുഹൃജനൈ അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ സാന്ന് ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ സുഹൃജനൈ സഹ അങ്ങനെ വരും. വനേഷു ലീലാപരം മനോഭവ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മനോഭവ മനോഹരം രസിത വേണുനാദാമൃതം. ഇവിടെ നാദ എന്നുള്ളത് ദയലത്തെ ദ എന്നാണ്. രസിത വേണുനാദാമൃതം ഭവന്തം, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അമരീദൃശാം അമൃത പാരണാദായിനം, ചേർത്ത് ചൊല്ലുമ്പോൾ ഭവന്തമമരീദൃശാമൃത പാരണാദായിനം വിചിന്യ കിമു നാലപൻ വിരഹതാപിതാ ഗോപികാ നീട്ടിയിട്ട് വിസർഗം. ദിനേഷു ച സുഹൃജ്ജനൈ സഹ വനേഷു ലീലാപരം മനോഭവ മനോഹരം രസിത വേണുനാദാമൃതം ഭവന്തമമരീദൃശാമമൃതപാരണാദായിനം വിചിന്യ കിമു നാലപൻ വിരഹതാപിതാ ഗോപികാ. അടുത്തത് 6ാമത്തെ ശ്ലോകം. ഇതിൻ്റെ ട്യൂണ് ഒന്ന് മാറിയിട്ടാണ്. ആ വരികൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഭോജരാജഭൃതകസ്ത്വഥ കശ്ചിത് കഷ്ടദുഷ്ടപഥദൃഷ്ടിരരിഷ്ട നിഷ്ഠുരാകൃതിരപഷ്ഠുനിനാദസ്തിഷ്ഠതേ സ്മ ഭവതേ വൃഷരൂപീ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഭോജരാജ ഭൃതക സ്ത്വഥ കശ്ചിത് കഷ്ട ദുഷ്ട പഥ ദൃഷ്ടിർ അരിഷ്ട നിഷ്ഠുരാകൃതിർ അപഷ്ഠു നിനാദ തിഷ്ഠതേ സ്മ ഭവതേ വൃഷരൂപീ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. അഥ അനന്തരം
കഷ്ടദുഷ്ട പഥദൃഷ്ടി, ക്രൂരവും നിന്ദ്യവുമായ മാർഗത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവനും, നിഷ്ഠുരാകൃതി, ഭയങ്കരമായ ആകൃതിയോടു കൂടിയവനും, അപഷ്ഠുനിനാദ, കഠോരമായ ശബ്ദത്തോടു കൂടിയവനും, വൃഷരൂപി, കാളയുടെ രൂപമെടുത്തവനും, അരിഷ്ട, അരിഷ്ടൻ എന്ന പേരോടു കൂടിയവനുമായ ഭോജരാജഭൃതക, കംസഭൃത്യൻ, ഭവതേ, അങ്ങയുടെ ദൃഷ്ടിമാർഗത്തിൽ, തിഷ്ഠതേ സ്മ, നിലകൊണ്ടു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഭോജരാജ, ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ജ, രാജ, അതൊക്കെ ശ്രദ്ധിച്ചോളൂ, ജ എന്നാണ്. ഭൃത, ഭൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭോജരാജ ഭൃത കസ്ത്വഥ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കശ്ചിത്, കഷ്ട ദുഷ്ട പഥ ദൃഷ്ടിർ അരിഷ്ട, അവിടെ വിസർഗം. ഇവിടെ എല്ലാതും അഷ്ട എന്ന് വരുന്നതൊക്കെ മൃദുവായിട്ട് പറഞ്ഞാൽ മതി. കഷ്ട ദുഷ്ട പഥ എന്നുള്ളതിൻ്റെ ഥ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ദൃഷ്ടിർ അരിഷ്ട, അതെല്ലാം മൃദുവായിട്ട്. അടുത്ത ലൈന് നിഷ്ഠുരാകൃതിർ അപഷ്ഠുനിനാദ, നിഷ്ഠുരാകൃതിർ, അവിടെ ഷ്ഠു എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. മേലത്തെ ഷ്ട എന്നാണ്, ഇത് അക്ഷരം മാറിയിട്ടാണ് ഷ എന്നുള്ളതിൻ്റെ അടിയിൽ ഠ എന്നുള്ള അക്ഷരമാണ്. അപ്പം നന്നായിട്ട് ഊന്നി പറയണത്. നിഷ്ഠുരാകൃതിരപഷ്ഠു, ഇവിടെ അതേപോലെ തന്നെ. നിനാദ, അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ തിഷ്ഠതേ, ഇവിടെയും ഷ്ഠ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. തിഷ്ഠതേ എന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ സ്തി എന്നാവും, എന്ന് വരും. തിഷ്ഠതേ സ്മ ഭവതേ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വൃഷരൂപി. ഭോജരാജഭൃത കസ്ത്വഥ കശ്ചിത് കഷ്ടദുഷ്ട പഥദൃഷ്ടിരരിഷ്ട, നിഷ്ഠുരാകൃതിരപഷ്ഠുനിനാദസ്തിഷ്ഠതേ സ്മ ഭവതേ വൃഷരൂപി. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.